ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് ഈ വലിയ ശരിക്കും നീന്തൽ അറിയാവുന്നവർക്ക് പോലും ഇറങ്ങാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. ഒന്ന്, ഈ അതിരമ്പള്ളി വാഴച്ചാല് ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നമ്മൾ ഓർക്കും സേഫ് സ്ഥലമാണെന്ന് ഓർക്കും. എന്നാൽ അവിടെയും അപകടം പതിയിരിപ്പുണ്ട്. അവിടെ പാറയ്ക്ക് ഇങ്ങനെ പോക്കറ്റ് പോലെയുള്ള സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ചെന്ന് അറിയാതെ ആ പാറയുടെ പോക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വഴുവഴുപ്പുള്ള സ്ഥലങ്ങളിൽ, അതിന് മുകളിൽ, അതിരമ്പള്ളി വാഴച്ചാലിന് മുകളിൽ ചിലപ്പോൾ കാൽഭാഗം വെള്ളം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അരയ്ക്ക് വെള്ളം ഉണ്ടാവും. അതിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ കാല് വഴുതിയിട്ട് പൂപ്പിൽ പിടിച്ചെടുക്കുന്നത് വഴുതി പാറയമേ അടിച്ച് അങ്ങനെ അപകടത്തിൽപ്പെടാം. പിന്നെ നമ്മൾ ഡാമിൽ നിന്നൊക്കെ വരുന്ന കുത്തൊഴുക്കില്ലേ, അല്ലെങ്കിൽ നല്ല മഴയത്ത് പുഴയിൽ നല്ല കുത്തൊഴുക്കുള്ള സമയത്ത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ അതിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല, നീന്തൽ അറിയാവുന്നവർക്ക് പോലും. പിന്നെ ചില കുട്ടികൾ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടുപോയി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അറിയാൻ പാടില്ലാത്ത സ്ഥലങ്ങളും കൂടെയും ഡൈവ് ചെയ്തൊക്കെ കാണിക്കും. ചിലപ്പോൾ ചെളിയിലേക്കായിരിക്കും നമ്മൾ ചാടുന്നത്. ചാടി കഴിഞ്ഞാൽ അങ്ങനെ അപകടം സംഭവിക്കാം. പിന്നെ വെറുതെ ഇറങ്ങി നിൽക്കും. ഒഴുക്കിൽ ഇറങ്ങി നിന്നാൽ പോലും, വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കാലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മണൽ കാർന്നു പോകും. കാർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞു പോയിട്ട് ഒഴുക്കിൽപ്പെട്ട് ഇങ്ങനെ പോയി അപകടങ്ങൾ സംഭവിക്കും. അപ്പൊ ഒരു കാരണവശാലും നമുക്ക് പരിചയമില്ലാത്ത വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കുക. അല്ലെങ്കിൽ അത്ര സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ആ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാവുള്ളൂ. നീന്തൽ അറിയാവുന്നവർ പോലും. അറിയാൻ പാടില്ലാത്തവർ ഒരിക്കലും സെൽഫി എടുക്കാനോ മറ്റുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജലാശയത്തിന്റെ തീരത്തേക്ക് പോകരുത്. തീരത്ത് തന്നെ മുങ്ങി എത്രയോ പേര് മരിച്ചിരിക്കുന്നു ഈ അടുത്ത കാലങ്ങളിൽ തന്നെ. അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നത്. അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ